ഹായ് ഗൈസ്, കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ നാട്ടിലും ഓറഞ്ച് വിളയും എന്ന് തെളിയിച്ച് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ പ്രവാസി മലയാളിയായ ശ്രീ രാജേശകൻ സാറിന്റെ ഓറഞ്ച് കാഴ്ച കിടക്കുന്ന മരം ഒന്ന് നമുക്ക് കാണാം. ഇതാണ് അദ്ദേഹത്തിന്റെ ഓറഞ്ച് മരം. 3 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു ഓറഞ്ച് തൈ വാങ്ങിച്ച് വെച്ചത്. ആദ്യ വർഷം തന്നെ കായ്ച്ചു തുടങ്ങി. സാമാന്യം വലിപ്പമുള്ള കായാണെങ്കിലും എണ്ണം കുറവായിരുന്നു. 2ാമത്തെ വർഷം കായ്ച്ചു. അതും നല്ല വലിപ്പമുള്ള, കണ്ടില്ലേ, ഇപ്പം നല്ല വലിപ്പത്തിലല്ലേ ഇത്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേമാതിരിയുള്ള ഓറഞ്ചാണിത്. അപ്പോൾ ഇത് 2ാമത്തെ വർഷവും കായ്ച്ചു. ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്നത് 3ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ 3ാമത്തെ വർഷവും ആദ്യവും 2ാമത്തെ വർഷവും കായ്ച്ചതിനേക്കാളും കൂടുതലാണ് ഇപ്പോഴത്തെ കായ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇലകളും ചില്ലകളും കൂടുതൽ ഉണ്ടാകുന്നതനുസരിച്ച് കായ്കൾ കൂടുതൽ വീഴുന്നുണ്ട്. സാധാരണ ഓറഞ്ച് വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് 5 മാസം വേണ്ടിവരും. ഇതിപ്പോൾ ഒരു 4 മാസം ആയിട്ടുണ്ട്. ഇനി 1 മാസം കൂടി കഴിയുമ്പോൾ ഇത് പഴുത്തു തുടങ്ങും. വിളവെടുക്കുന്നത് ഓറഞ്ച് മരത്തിൽ പഴുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വിളവെടുക്കാറുള്ളൂ. കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഓറഞ്ച് പൊതുവെ നന്നായിട്ട് വളരില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ. എന്നാൽ അങ്ങനെയല്ല. അത്യാവശ്യം സൂര്യപ്രകാശവും നല്ല എയറേഷൻ, അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം, അല്പം പൂഴിമണൽ ഉള്ള പ്രദേശം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ ഓറഞ്ച് കൂടുതലായിട്ട് വളരുന്നതും കായ് കൂടുതലുണ്ടാകുന്നതും. ഇദ്ദേഹത്തിൻ്റെ വളപ്രയോഗ രീതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് ഒരു 3 മാസം ആകുമ്പോൾ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു വർഷം ഒരു 3-4 പ്രാവശ്യമാണ് വളം ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കാറില്ല. സാധാരണ മഴ വരുമ്പോഴുള്ള വെള്ളമാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ചെറിയ പൂഴി പ്രദേശം ആയതുകൊണ്ട് തണുവ് നിലനിൽക്കുന്നുണ്ട്. പൊതുവെ ഓറഞ്ചിന് വലിയ കേടൊന്നും വരാറില്ല. ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇലകരിച്ചിൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങളാണ് വരുന്നത്. അതിന് ബിവേറിയയോ ബിവേറിയ ഒരു 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അതുമല്ലെങ്കിൽ സിഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഓറഞ്ച് തൈ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അതായത് നമ്മൾ മാർക്കറ്റിൽ പോയി നല്ല ഓറഞ്ച് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ കൊണ്ടുവന്നിട്ട് അത് പൊളിച്ചെടുക്കുക. അത് പൊളിച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് ആ അല്ലിയിൽ നിന്ന് ഒരു 3-4 കുരു എടുക്കുക. കുരു എടുത്തിട്ട് അതിൻ്റെ പുറം തൊലി കളയുക. പുറം തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഡെപ്പ എടുക്കുക. ഡെപ്പ എടുത്തിട്ട് അതിനകത്തൊരു ടിഷ്യൂ പേപ്പർ നനച്ച് വയ്ക്കുക. നനച്ച് വെച്ചിട്ട് അതിൽ ഈ കുരു എടുത്ത് വയ്ക്കുക. അതിൻ്റെ പുറത്തൊരു ടിഷ്യൂ പേപ്പറും കൂടി എടുത്ത് വെച്ചിട്ട് അടച്ച് ഭദ്രമായിട്ട് നമ്മൾ തണലുള്ള സ്ഥലത്ത് വയ്ക്കുക. ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിയുമ്പം എടുത്തു നോക്കുക. അപ്പോൾ കിളുത്ത് വരും. അതിനുശേഷം നമ്മളൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക. അതിന് താഴെ വശം 4 ഹോൾ ഇടുക. അതിനകത്ത് കുറച്ച് ചകിരിച്ചോറും പൂഴിമണലും ജൈവവളം കൂടി മിക്സ് ചെയ്ത് അതിനകത്ത് ഇടുക. അതിൽ നിന്ന് അതിനുശേഷം നമ്മൾ അടച്ചു വെച്ച ഡെപ്പി തുറന്ന് നോക്കുക. അപ്പോൾ കിളുത്ത് വന്നിട്ടുണ്ടാകും. അത് നേരെ എടുത്ത് അതിനകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ചെറുതായിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കുക. നേരെ തണലത്ത് കൊണ്ട് വയ്ക്കുക. ഒരു 40 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് തൈയായിട്ട് കിട്ടും. അതെടുത്ത് നമുക്ക് ചട്ടിച്ചട്ടിയിലോട്ട് മാറ്റി നടാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതും. മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.